കഷ്ടപ്പാടുകളെക്കാൾ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കാൾ നമ്മെ കഷ്ടത്തിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? അതിന് പിന്നുള്ള കാരണം, ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ? ഇല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് അടിക്കടി ചോദിക്കുന്ന ചോദ്യമല്ലേ? ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് അന്നം തരുന്ന സ്ഥാപനമല്ലേ? അല്ലേ സഹോദരി? ആ വീട്ടുജോലിയാണ് ചെയ്യുന്നത്, പക്ഷേ അവർ തരുന്ന പൈസ കൊണ്ടാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നേ, സ്വന്തം കാലിൽ നിൽക്കുന്നേ. അപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ടും കഷ്ടപ്പെടുത്തലിനും നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനും വല്ല കുറവുണ്ടോ? അപ്പോൾ ചോദ്യം ചെയ്താൽ എന്തിനാണ് ഇവരിങ്ങനെ ഇട്ടെന്നെ കഷ്ടപ്പെടുത്തുന്നത്? അല്ലേ സഹോദരി? എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ഇട്ട്? ഞാൻ ഈ മനുഷ്യന് വേണ്ടിയിട്ട് ജീവിക്കണം, ഈ മനുഷ്യൻ്റെ മക്കളെയും പറ്റി വളർത്തി അവരുടെ കാര്യങ്ങൾ നോക്കി എൻ്റെ ആരോഗ്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത്? അല്ലേ സഹോദര? ഞാൻ ജീവിക്കുന്ന മുഴുവൻ അവർക്ക് വേണ്ടിയില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? എൻ്റെ മക്കളെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇട്ട്? അമ്മേ ഒന്ന് ചിന്തിച്ച്, ഇത് എവിടെയും കഷ്ടപ്പാടുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ അതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ ഇത്ര ആലോചിച്ചാലും പലപ്പോഴും നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ പല കാരണങ്ങളും കണ്ടെത്തി വേറെ വേറെ പല പ്രശ്നങ്ങളിലോട്ട് നമ്മൾ ചെന്ന് ചാടും. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കാരണം ഇത് കേൾക്കുന്നവരിൽ ശ്രദ്ധിക്കണം. നിങ്ങളൊരു ദൈവ പൈതൽ ആണ്, ഒരു ഭക്തനാണ്, ഭക്തയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങളൊരു ഭക്തനാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടിന് പിന്നിലെ കാരണം, അതേക്കുറിച്ചാണ് ഞാൻ രതീഷ്. നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഒരു വലിയ കഷ്ടപ്പാടിനെ കുറിച്ചാണ് കേട്ടോ. അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീഥോം, റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. നോക്കൂ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം മിസ്രൈമിലായിരിക്കുന്ന സമയം, ഇതാണ് പശ്ചാത്തലം. അപ്പോൾ കുറേ വർഷം ഇവരവിടെ ആയിരിക്കുന്നു, വലിയ കുഴപ്പം ഒന്നുമില്ലാതെ, വലിയ പരിക്കുകളൊന്നുമില്ലാതെ അവർ അവിടെ താമസിക്കുന്നു. ഏകദേശം അവരുടെ അവിടുത്തെ ഒരു ഹിസ്റ്ററി 430 വർഷമാണ്. 430 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 430 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സംഖ്യകളെ കണക്ക് കൂട്ടുന്നത്, താരതമ്യം ചെയ്യുന്നത് പണവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. 430 കേൾക്കുമ്പോൾ ഇന്നൊരു വലിയ ഇതായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ 430 വർഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ കാലഘട്ടമല്ല. നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ച വർഷമൊന്ന് കണക്ക് കൂട്ടി നോക്കി. അപ്പോൾ അതൊരു വലിയ കാലമാണ്. വലിയ കാലം താമസിച്ചു, ഒരുപാട് കാലമായിട്ട് അല്ലേ? ഒരുപാട് കാലമായിട്ട് താമസിക്കുന്ന വീട്, ഒരുപാട് കാലമായിട്ട് താമസിക്കുന്ന ഒരുപാട് കാലം പലതിനെയും നമ്മുടെ സ്വന്തമാക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മൾ പലതും നമുക്കുള്ളതാണെന്ന് ഉറപ്പിക്കും. ഒരുപാട് കാലമായിട്ടുള്ളതുകൊണ്ട് പിന്നെ അത് അങ്ങനെ അല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടവും വരും, അല്ലേ? ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടുമായിട്ട് ഇനി എങ്ങനെയൊന്ന് ചോദിക്കരുത്, കേൾക്കുന്ന ദൂത് ഏറ്റെടുത്തോളണം. കർത്താവ് നിനക്കത് സ്വന്തമായി തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ നിന്നെ സ്വന്തമെന്ന് കരുതുന്ന ആ രാജ്യത്ത് ഇനി വിട്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിട്ടു പോകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാം, ഇനി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നിനക്ക് പറ്റത്തില്ല. കർത്താവ് പറയുന്നു, അവിടെ സ്വന്തമായി നിനക്ക് ചിലത്, നീ ആയിരിക്കുന്ന ആ രാജ്യത്ത്, നീ ആയിരിക്കുന്ന ആ സംസ്ഥാനത്ത്, നീ ആയിരിക്കുന്ന ആ നാട്ടിൽ, നിൻ്റേതല്ലാത്ത സ്ഥലത്ത് സ്വന്തമായി നിനക്ക് ചിലത് തന്ന് കർത്താവ് നിന്നെ അവിടെ ഉറപ്പിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർക്കുള്ള ദൂത. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. അപ്പോൾ ടോപ്പിക്കിലൊന്നും മാറിപ്പോകുന്നില്ല. ഇവരങ്ങ് വർദ്ധിച്ചു വരിക. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് പേടിയായി. സ്വദേശിവൽക്കരണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ്. അവർക്കൊക്കെ പേടിയാണ്. നിങ്ങളെല്ലാവരും കൂടെ ജോലി ചെയ്ത് അവരെല്ലാവരും കൂടെ ഓടിക്കുമെന്നുള്ള പേടിയാണ്. അങ്ങനെയല്ലേ? അതാ അവിടുത്തെ പേടി. അങ്ങനെയൊന്നും പേടിക്കണ്ട. അവരെത്ര പേടിപ്പിച്ചാലും പേടിക്കാൻ നിൽക്കണ്ട. കർത്താവ് കൂടെ ഉണ്ട്. അവൻ നിന്നെ അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ അവന് ചിലത് അവിടെ നിന്നിലൂടെ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. ഇത് നിന്നോട് മാത്രം പറഞ്ഞു വിട്ടുകളഞ്ഞൊരു ദൂതോ ആലോചനയല്ല.
നിനക്ക് മുമ്പേ നിന്നെക്കുറിച്ച് നിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ ആലോചനയുടെ നിവർത്തീകരണമാണ്. അങ്ങനെ പേടിപ്പിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ. നിയമങ്ങളെ കാറ്റിൽ പറത്തി നിനക്ക് വേണ്ടി ദൈവം അവിടെ സിംഹാസനത്തെ ഒരുക്കും. അതുതന്നെയാണ് ദൂത്. ആമേൻ. അപ്പോൾ അവിടെ സ്വദേശീവൽക്കരണത്തിൻ്റെ സമയം, അല്ലെങ്കിൽ അവർ പേടിച്ചു, യുവന്മാരെല്ലാം കൂടെ യുദ്ധം ചെയ്ത് ഞങ്ങളെ അങ്ങ് തകർത്ത് കളഞ്ഞാലോ. നിങ്ങൾ 1 മുതൽ വായിച്ചു നോക്കുക പുറപ്പാട് പുസ്തകം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിവരെ വരുതിക്കാക്കണം. ഇനി ശ്രദ്ധിച്ചോളണം, ഈ ജനത്തെ വരുതിക്കാക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? കഷ്ടപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ചിലർ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളെ വരുതിക്കാക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളവരെ കൺട്രോളിലാക്കണം. അപ്പോൾ അങ്ങനെ കൺട്രോളിലാക്കുവാൻ തക്കവണ്ണം ഒരു കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു വർധനവുണ്ട്. അതാണ് ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൻ്റെ അവസാനം വായിച്ചു നിർത്തിയത്. അവർ കഷ്ടപ്പെടുത്തും തോറും ഇവർ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. നീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ. അല്ല, നിങ്ങൾ ദൈവമക്കളാണ്, അതുകൊണ്ടാണ് നിങ്ങളിപ്പം കേൾക്കുന്നത്. നിങ്ങൾ വർദ്ധിക്കും. ആമേൻ. ഉറപ്പാന്നേ. ആ സഹോദരി പ്രാർത്ഥന വിഷയം പറഞ്ഞത് എങ്ങനെയാണ്? ബ്രദറെ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് വളർന്നത്. അതുമല്ല, ഇതെൻ്റെ വീടല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ. അവിടെ ഞാൻ ജോലി ചെയ്യുന്നതിന് എന്തിനാണ് മടിക്കുന്നത്? ഞാനും കൂടെ ഭക്ഷണം കഴിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ആഹാരം അടുക്കളയിൽ കയറി ഉണ്ടാക്കി എനിക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാമല്ലോ. അതിനൊക്കെ ഉള്ളത് എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്നുണ്ട്, അയച്ചു തരുന്നുമുണ്ട്. പക്ഷേ കഷ്ടപ്പാടിന് ഒരു കുറവുമില്ല. പക്ഷേ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ ഈ അവസ്ഥ പറയാൻ പറ്റുന്നില്ല. പാസ്റ്ററെ, ഞാനിങ്ങനെ ഇവിടെ കഷ്ടപ്പെടുത്തപ്പെടുന്ന കാര്യം പറഞ്ഞാൽ അതിനൊരു കാരണം എൻ്റെ ഭർത്താവ് ചോദിക്കും. എനിക്കറിയത്തില്ല പാസ്റ്ററെ എന്ത് പറയണമെന്ന്. കാരണം എനിക്കറിയത്തില്ല അവരെന്തുകൊണ്ട് അവരിങ്ങനെ എന്നോട് പെരുമാറുന്നു, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എങ്ങനെ പെരുമാറുന്നു, എന്നെക്കുറിച്ച് ഇങ്ങനെ എന്തിന് സംസാരിക്കുന്നു, അവരുടെ പലപ്പോഴുമുള്ള നോട്ടം, പെരുമാറ്റം. നീ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക സിസ്റ്ററെ. നിനക്കൊണ്ട് പിടിച്ചിരിക്കുവാൻ പറ്റുന്നില്ല, ഒരു കാരണം നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. നീ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക. കേൾക്ക്, ആ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ബ്രദർ, അവിടെ ആ ജോലി സ്ഥലത്ത് നിനക്കറിയത്തില്ല എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മീൻസ് അവരെന്തിനാണ് നിന്നെ കഷ്ടപ്പെടുത്തുന്നത്, കാരണം അറിയത്തില്ല. കേൾക്ക്, ആ കഷ്ടപ്പാടിന് അറുതി വരുത്തി ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക. ഓ അമേൻ. പ്രിയ ബ്രദർ, നിന്റെ കഷ്ടപ്പാടിന് ദൈവം അറുതി വരുത്തുവാൻ. പ്രിയ മാതാവേ, അവരെന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? അവരുടെ നാച്ചറായിരിക്കും, അവരുടെ സംസാര രീതിയായിരിക്കാം, അവരുടെ പെരുമാറ്റമായിരിക്കും, ഇട്ടപാടാണ്. പക്ഷെ നീ കഷ്ടപ്പെടുക. അയൽവക്കക്കാരുടെ, ബന്ധുക്കളുടെ, ഒപ്പമുള്ളവരുടെ, റിലേറ്റീവ്സ്. ആ കഷ്ടപ്പാടിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അർത്ഥം, നീ വർദ്ധിക്കുവാൻ പോകുക. ഓ യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷക, ആ കഷ്ടപ്പാടിന് ചിലർ മനഃപൂർവ്വമായിട്ട് പലതും പറഞ്ഞ് കഷ്ടപ്പെടുത്തുക. മേൻ, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുക. മക്കളെ, അവരങ്ങനെ ഇട്ട് നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓ, എല്ലാം പ്രശ്നവും നിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുന്നേ. ഒരു ചാൻസ് നോക്കിയിരിക്കുക. കേൾക്കുക, നിനക്കൊരു വർധനമുണ്ടടാ. മേൻ, നിന്നെ കർത്താവ് വർദ്ധിപ്പിക്കും. മോനെ, സ്തോത്രം. മോളെ, നിനക്കൊരു വർധനമുണ്ട്. എൻ്റെ കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കും കേട്ടോ. അപ്പോൾ ആ സഹോദരൻ്റെ സങ്കടം നമുക്ക് ഇത് കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഞാൻ പുറപ്പാട് പുസ്തകം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളോട് അതിനുള്ള കാരണം പറഞ്ഞ് കൊടുക്കുവാൻ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു, നിന്നെ വരുതിയിലാക്കുവാനാണ് അവർ കഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അവൾ ചോദിച്ചു, ഞാനിവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്നെ വരുതിയിലാക്കി കഷ്ടപ്പെടുത്തുക അങ്ങനെ. ഞാൻ പറഞ്ഞു, അത് ചിലരുടെ ഒരു സ്വഭാവ വിശേഷമാണ്. പ്രത്യേകിച്ച് നിൻ്റെ മേലൊരു വാക്തത്വം കൂടെ ഉണ്ട്. ഏത്? വർദ്ധിക്കുമെന്നുള്ള വാക്തത്വം കൂടെ ഉണ്ട്. ആ സഹോദരി കുറച്ചൊക്കെ കേട്ടു. എത്രത്തോളം അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ആലോചന എന്നെ കേൾക്കുന്നത് നിങ്ങളെപ്പോലെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എന്ത് മനസ്സിലായാലും അവർ വിശ്വാസത്തോടെ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചു. ഈ നിങ്ങൾ കേൾക്കുന്ന ദൂത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ
നിങ്ങൾ കേൾക്കുന്ന ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി മാറാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ ആഴവും തിയോളജിയും ഒന്നും അറിയണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി. വചനത്തിലുള്ള കാര്യമാണോ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഇതിൻ്റെ ആഴത്തിലേക്കൊക്കെ പോയി കണ്ടെത്തി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയവും കഴിഞ്ഞു പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. അത് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആ വിടുതൽ പ്രാപിക്കുവാൻ. ആ സഹോദരി എത്രത്തോളം മനസ്സിലായെന്നറിയത്തില്ല, പക്ഷേ പുള്ളിക്കാരി ഏറ്റെടുത്തു. പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് പ്രാർത്ഥിച്ചു. തുടർമാനമായി പ്രാർത്ഥനകൾ ക്രമീകരിച്ചു, ഉപവാസ പ്രാർത്ഥനകൾ. നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾക്ക് അറിഞ്ഞു വരുവാനും വർധനമെന്ന വാക്തത്വം പ്രാപിച്ചെടുക്കുവാനും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരി പറഞ്ഞു തൻ്റെ ഭർത്താവായിരുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു വിസ വന്നു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവിടേക്കൊന്നും ഞങ്ങളുടെ പ്രാർത്ഥന പോകുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഈ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് കിടക്കുകയാണ്. ഭർത്താവിൻ്റെ ജോലിയൊന്നും ഒരു വിഷയമല്ല, അത് ഓക്കെയാണ്. പക്ഷേ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്. അപ്പോൾ ലീവിന് പുള്ളിക്കാരൻ വരുന്നു, കുറച്ച് ലീവുണ്ട്. പുള്ളിക്കാരൻ വരുന്ന സമയത്ത് പുള്ളിക്കാരി ആ സമയത്ത് ക്യാരിങ് ആവുന്നു, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു സിസ്റ്റർ വർധനവ്. അപ്പോഴും സിസ്റ്ററിന് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം ഇതുവരെ വർധനമെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നത്, ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു, ഒത്തിരി ലേറ്റൊന്നും ആയിട്ടില്ല. പക്ഷെ തുടർന്ന് ഈ പുതുതായി പോകുന്ന രാജ്യത്ത് നിന്ന് അടുത്ത് അവർക്ക് കിട്ടിയ കമ്പനിയിൽ നിന്ന് അടുത്തൊരു ഓഫർ, ഫാമിലിയായിട്ട് അവിടെ പോകാം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം ഈ സഹോദരൻ നിന്നിടത്ത് ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സ്ഥലമാണ്. ഇവിടെ ഫാമിലിയായിട്ട് പോകാം. ഫാമിലിയായിട്ട് പോവുക മാത്രമല്ല, ഇന്ന് ആ സഹോദരിയും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ദൈവം വർദ്ധിപ്പിച്ചു, അവിടെ ജോലി കൊടുത്തു. എന്തിനാണ് കഷ്ടത വന്നത്? ഇവളുടെ മേലൊരു വാക്തത്വമുണ്ടെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നിന്നെ കഷ്ടപ്പെടുത്താൻ പറ്റുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഷ്ടപ്പാട് എന്തിനെന്ന് ചോദിച്ചാൽ നിനക്കൊരു വർധനവുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ലെന്നേ ഉള്ളൂ. കർത്താവ് കുഞ്ഞിനെ തന്ന് മാനിക്കുവാൻ പോകുക. സഹോദരി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. ബ്രദർ, ആ രാജ്യത്ത് നിനക്കൊരു വർധനവുണ്ട്. എന്തിനാ അവിടെ ആ സ്ഥാപനത്തിൽ കഷ്ടത അവർ വരുത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വർധനവുണ്ട്. നീ വർദ്ധിക്കുവാൻ പോകുക. ദൈവം നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞ വാക്തത്വത്തെ നീ എത്തിപ്പിടിക്കുവാൻ പോകുന്നു. വർധനവുണ്ട്, കഷ്ടതയുണ്ട്. കഷ്ടതയെ അതിജീവിച്ച് വർധനവ് പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യം. അത് കുടുംബജീവിതത്തിലായാലും ബിസിനസ്സിലായാലും തൊഴിലായാലും ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും. ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിച്ചു കൂടിക്കോ, നിങ്ങൾക്കത് പ്രാപിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയും വചനധ്യാനവുമായൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. മീൻസ് ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചെയ്യുന്ന കമൻറ്റുകൾക്ക്, ലൈവിൽ ചെയ്യുന്ന കമൻറ്റുകൾക്ക് ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. അപ്പം നിങ്ങൾ കടന്നു വന്ന് നോക്ക്, നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. സത്യമായിട്ടും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ കടന്നു വന്നു. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് ഇവരെ കണ്ടതിനായി, അങ്ങ് ഇവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് ഇന്നൊരു പരിഹാരം വരുത്തിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തി വർധനവെന്ന വാക്തത്വം അവർ പ്രാപിക്കട്ടെ. തൊഴിലിടത്തിലെ കഷ്ടപ്പാടുകൾക്ക്, തൊഴിലന്വേഷികളായുള്ള കഷ്ടപ്പാടുകൾക്ക് അറുതി വരട്ടെ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും, കുഞ്ഞുങ്ങൾ രോഗികളായി തീർന്നതിനെ തുടർന്ന് ആശുപത്രികളിൽ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ അറുതി വരട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ന്യൂറോ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഓഹ് താങ്ക് യു ലോർഡ്. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇത് ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഓ താങ്ക് യു ലോർഡ്. യേശുവേ,
വലിയ ബാധ്യതകളിൽപ്പെട്ടായിരിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണം. പലിശക്കടങ്ങൾ ജപ്തി നടപടികൾ നീങ്ങിപ്പോട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി നന്മ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർ അടഞ്ഞുപോയ വഴികളെല്ലാം തുറന്നു വരട്ടെ. വിസകൾ വരട്ടെ, സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. പല പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണം. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല, നിങ്ങൾ പ്രൈസ് ചർച്ച് കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തുക. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.